എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് ഇല്ലാതെ പാചകം പൂർണ്ണമായും സൗജന്യമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ആരംഭിച്ചു. നേരത്തെ തന്നെ വീടുകളിൽ സോളാർ വെക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഘർ പദ്ധതി ആരംഭിച്ചിരുന്നു. ഈ പദ്ധതി പ്രകാരം 78,000 രൂപ വരെ സബ്സിഡിയും തവണ വ്യവസ്ഥകളിലുള്ള പലിശരഹിത വായ്പയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ നൽകി വരുന്നുണ്ട്. ഇത് വൈദ്യുതി ബിൽ പൂജ്യമാക്കാനുള്ള പദ്ധതിയാണ് തുടങ്ങിയത് എങ്കിൽ രാജ്യത്ത് വൈദ്യുതി പാചക രീതി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതി ഇട്ടിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക വിതരണത്തിലുണ്ടായ പ്രതിസന്ധിയും വിലക്കയറ്റവും സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡ് EESL വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയിലൂടെ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുന്ന ഉപഭോക്താക്കൾ മാസ തവണകളായി സ്റ്റൗവിന്റെ യഥാർത്ഥ തുക മാത്രം EMI ആയി അടച്ചാൽ മതിയാകും. ലോക ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. വായ്പയുടെ പലിശ ഇനത്തിലുള്ള തുക ഈ സ്ഥാപനങ്ങൾ സബ്സിഡിയായി നൽകുന്നതാണ്. 2023 ആരംഭിച്ച നാഷണൽ എഫിഷ്യൻസി കുക്കിംഗ് പ്രോഗ്രാം NECP വിപുലീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആനുകൂല്യം ജനങ്ങൾക്ക് ലഭ്യമാക്കുക. നിലവിൽ ഈ പദ്ധതിയിൽ പലിശ സബ്സിഡി ഉൾപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അധിക ബാധ്യത ഇല്ലാതെ വൈദ്യുതി പാചക രീതിയിലേക്ക് മാറാൻ ഇത് അവസരം ഒരു. ലോകത്ത് തന്നെ രണ്ടാമത്തെ വലിയ LPG ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. പ്രതിവർഷം ആവശ്യം വരുന്ന 3.3 കോടി ടൺ പാചകവാതകത്തിന്റെ 65% ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ 90% വരുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഇന്ധന ഇറക്കുമതിയെയും പാചകവാതക ലഭ്യതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് മുൻനിർത്തിയാണ് പരമ്പരാഗത ഗ്യാസ് അടുപ്പുകൾക്ക് പകരം ഇൻഡക്ഷൻ സ്റ്റൗ ജനകീയമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. മുമ്പ് ഒരു ആഡംബര വസ്തുവായി കണ്ടിരുന്ന ഇൻഡക്ഷൻ സ്റ്റൗകൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ വലിയ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. കറണ്ട് ബില്ല് അടക്കുകയാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഗ്യാസ് വില അനുസരിച്ച് പാചകം ഇൻഡക്ഷൻ കുക്കറിലാണ് എങ്കിൽ വില കുറവാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, സോളാർ ഉള്ള വീടുകളിലാണ് എങ്കിൽ ഇൻഡക്ഷൻ കുക്കറും എത്ര ഉപയോഗിക്കുകയാണ് എങ്കിലും കറണ്ട് ബില്ല് 0 എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഈ രണ്ട് പദ്ധതികളും ഗഡുക്കളായി പണം അടച്ചുകൊണ്ട് എടുക്കാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സൂര്യഘർ പദ്ധതി വീടുകളിൽ 1 രൂപ പോലും മുടക്കാതെ സോളാർ വെക്കാനുള്ള പദ്ധതിയാണ്. അത് പണം ഉണ്ട് എങ്കിൽ പണം ഉപയോഗിച്ച് വെക്കാം. 78,000 രൂപ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരും. ഇല്ല എങ്കിൽ നമുക്ക് വായ്പ എല്ലാ ബാങ്കുകളും ഇപ്പോൾ നൽകുന്നുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് പദ്ധതിയിൽ ചേരാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള KSEB ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PNG കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിൽ, അത് ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആ കണക്ഷൻ എടുക്കുകയും അവിടെയുള്ള ആ കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ LPG കണക്ഷൻ ഒഴിവാക്കുകയും വേണമെന്ന് ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ. PNG കണക്ഷൻ ലഭ്യമായ ഇടങ്ങളിൽ PNG കണക്ഷൻ, അതായത് പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് വീടുകളിലേക്ക് എടുത്തിട്ടില്ല എങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടും ഗ്യാസ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. PNG കണക്ഷനുകൾ എടുക്കുക. LPG റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകും. PNG എടുത്തിട്ടുള്ള ആളുകൾ LPG റദ്ദാക്കിയിട്ടില്ല എങ്കിൽ ഫൈന് അടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇത്രയുമാണ്. അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.